ഹായ് ഗൈസ്, സോ കുറേ നാൾക്ക് ശേഷം ഐ ആം ബാക്ക്. ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് അടിക്കാൻ പോവാണ്. അതായത് അടിച്ചു കഴിഞ്ഞു. 2 months ബാക്ക് ക്രിസ്മസ് ടൈം പോയതാണ്. സോ കുറേ കാലം കൊണ്ട് ആഗ്രഹിച്ച് ഞാനും കൊച്ചും കൂടി ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവാണ്. അതിൻ്റെ എല്ലാ വിധത്തിലുള്ള സന്തോഷവും എനിക്കുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ കൂടുതൽ അതിനെക്കുറിച്ച് ആലോചിച്ച് ഇത് നടക്കുമോ വരെ ഞാൻ സംശയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ദൈവം സഹായിച്ചിട്ട് അത് നടന്നു. നമ്മൾ തിരിച്ചെത്തി. എത്രയോ നാളായി. അപ്പം നമ്മൾ കൊച്ചിയിൽ നിന്നാണ് നമ്മളുടെ ഫ്ലൈറ്റ് വരുന്നത്. അതുകൊണ്ട് തലശ്ശേരിക്കാരായ ഞങ്ങൾ ജനശതാബ്ദിയിൽ ഏർലി മോർണിംഗ് കൊച്ചിയിലോട്ട് പോവുകയാണ്. സോ ട്രെയിനിൽ ഇരുന്നുകൊണ്ടുള്ള കാഴ്ചയാണ് മക്കളെ നിങ്ങൾ കാണുന്നത്. അടിപൊളിയായിരുന്നു. വയലും കോടയും പിന്നെ അതിൻ്റെ നടുക്ക് അരിപ്പൂക്കളും ഒക്കെ ആയിട്ട് എനിക്ക് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഞാൻ ഓരോ വ്യൂ മാറുമ്പോഴും കൊച്ചിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവനൊട്ടും ഉറങ്ങാൻ പറ്റില്ല കേട്ടോ. കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആഗ്രഹിച്ച് കുറേ പ്ലാൻ ചെയ്ത് നീട്ടിതേ നമ്മൾ 1.5 year കഴിഞ്ഞു. എന്നിട്ടിതാ ലാസ്റ്റ് നമ്മളുടെ ഇൻ്റർനാഷണൽ ട്രിപ്പ് ഓണാക്കാൻ പോവാണ്. അതിൻ്റെ എല്ലാ തരത്തിലുള്ള എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ട് കേട്ടോ. ഞാൻ ഒരു വൺ വീക്ക് തൊട്ടേ പാക്കിങ്ങിനുള്ളത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും അതൊരു രസമല്ലേ, നമ്മൾ ആഗ്രഹിച്ചൊരു യാത്ര, അതിന് മുന്നേയുള്ള ടിക്കറ്റ് ബുക്കിംഗ്, ഹോട്ടൽ ചെക്കിങ്, അതേപോലെ തന്നെ ഡ്രസ് പർച്ചേസിങ്, പ്ലാനിങ്, റീൽസ് നോക്കൽ, അവിടുത്തെ ഫുഡ് നോക്കി വെക്കൽ, മണി എക്സ്ചേഞ്ച്, ട്രാവൽ കാർഡ് ആക്കൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ പലതരം ന്യൂ എക്സ്പീരിയൻസസ് നമുക്കുണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. കുറേ കാര്യങ്ങൾ ഇപ്പോഴും നമുക്ക് അൺഅവെയറായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം നല്ല രസമായിരുന്നു കേട്ടോ പ്ലാനിങ് ഒക്കെ. അങ്ങനെ ഞങ്ങൾ ജനശതാബ്ദിയിൽ കൊച്ചി എത്തി. മെട്രോ കയറി. നല്ല വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സമയം ഒരു 10:30 കഴിഞ്ഞു. ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് മെട്രോന്ന് ക്രിസ്മസ് പപ്പാനിയുടെ ഒക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് നിർമ്മൽ കമ്പനിയുടെ ഒരു പ്രൊമോഷനായിരുന്നു. പക്ഷേ ഇത് നൈസായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഒരു കിറ്റൊക്കെ തന്നു. നമുക്ക് പിന്നെ ലഗേജിൽ ഇത് എക്സ്ട്രാ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അത് വേറെ ഒരാൾക്ക് കൊടുക്കുകയാണ് ചെയ്തത്. ജനശതാബ്ദിക്ക് ലിമിറ്റഡ് സ്റ്റോപ്പ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, എറണാകുളം ടൗൺ സ്റ്റേഷനിൽ ഇറങ്ങി. അവിടുന്ന് മെട്രോയിൽ നമ്മൾ ആലുവയിൽ പോയി അവിടെ ഇറങ്ങി. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് നടന്നത് വേറെ ആരും ആവർത്തിക്കരുത് കേട്ടോ. ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് മെട്രോയുടെ തന്നെ എയർപോർട്ടിലേക്ക് വെഹിക്കിൾ ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. ബാക്കി ഓട്ടോ ഒക്കെ പിടിക്കുകയാണെങ്കിൽ നല്ല കത്തിയാട്ടോ. അത് ഞങ്ങൾക്ക് പറ്റിയൊരു പറ്റലാണ്. പിന്നെ ഞങ്ങൾ എന്നിട്ട് പാരഗൺ അടിപൊളി ഫുഡൊക്കെ കഴിച്ച് ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ. എയർപോർട്ടിന് വളരെ അടുത്ത് നമുക്ക് മിനിമം ബഡ്ജറ്റിൽ നല്ല സർവീസ് കിട്ടുന്നൊരു ഹോട്ടലാണ്. ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും കേട്ടോ. അപ്പം അവർക്ക് അവിടെ നിന്ന് ഷട്ടിൽ സർവീസ് ഉണ്ട്. നമ്മളുടെ ബോർഡിംഗ് ടൈം ആകുമ്പം കറക്റ്റ് അവർ തന്നെ പറയും, കൃത്യമായി ടെർമിനലിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ. നമ്മളുടെ ട്രിപ്പ് ശരിക്കും ഇപ്പോഴാണ് ഓണാവാൻ പോകുന്നത്. സോ സ്റ്റേ ട്യൂൺ ടു നെക്സ്റ്റ് വീഡിയോ. ബൈ.